നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയിലിലല്ല, നെല്ലിശ്ശേരി വീട്ടില് സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയും ഇളയ മകളുടെ ഭർത്താവും ചേർന്ന് കൊടുക്കുന്ന ശിക്ഷ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ സ്നേഹയുടെ ഭർത്താവാണെങ്കിലും എന്റെ ഇഷ്ടവും കരുതലും എന്നും അവന്തികയ്ക്ക്. എല്ലാത്തിലും ആധിപത്യം നേടി വിജയിച്ചു മടുക്കുമ്പോ ഒരൊറ്റ തീർപ്പാക്കൽ. മനസ്സിലിടം തന്ന നന്ദൻ മുതൽ സ്നേഹ വരെ തലയും ശരീരവും 2 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിടും. എല്ലാവരുടെയും തലയും ഉടലും വെവ്വേറെ കണ്ട് പകച്ചു നിൽക്കുന്ന അർച്ചനയെ നീ കൊല്ലണം. അത് പക്ഷെ എന്റെ പ്രതികാരത്തിന്റെ കാലപ്പഴക്കം വന്ന തുരുമ്പിച്ച വാളുകൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ച് എല്ലാവരുടെയും ജീവനെടുക്കാൻ ഞാനെന്നും മൂർച്ച കൂട്ടുന്ന വാൾമന കൊണ്ട്. ഇതാണിപ്പോ എന്റെ മനസ്സിലെ ഏക ആഗ്രഹവും തീരുമാനവും. അല്ലാതെ നീ കരുതി വച്ചിരിക്കുന്ന പോലെ ഒരിഷ്ടവും സ്നേഹയുടെ മേലോ അവിടെയുള്ള ആരുടെ മേലും ധനുഷിനില്ല. നമ്മുടെ പ്രതികാരങ്ങൾ വേറിട്ടതായതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് പല തീരുമാനങ്ങളും നമുക്ക് എടുക്കേണ്ടി വരും. എന്റെയും നിന്റെയും മതിമറന്ന ഇഷ്ടം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാനും നീയും പലതും കണ്ടില്ലെന്ന് കരുതി കണ്ണടക്കേണ്ടി വരും. അതിന് വൈകാരികതകൾക്ക് സ്ഥാനമില്ല, ലക്ഷ്യങ്ങൾക്കേ ഉള്ളൂ. ഇനി നീ പറയും, ഈ വിവാഹം വേഗത്തിൽ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വിവാഹത്തിൽ അർച്ചന ഉണ്ടാകാനും പാടില്ല. ഞാനെന്നും നിന്നെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, അനുസരിച്ചിട്ടേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞതൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നെങ്കിൽ ഈ വിവാഹം നമുക്ക് നടത്താം. ഇത് നടക്കണമെങ്കിൽ അർച്ചന മാത്രം ഒഴിവായാൽ പോരാ. ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തണം. ആതിര ഹോസ്പിറ്റലായതുകൊണ്ട് വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും സന്ദീപിനെയും അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാം. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ആലോചിക്കാം. അതിനൊക്കെ മുമ്പേ അർച്ചന സ്നേഹയെ പറഞ്ഞ് മനസ്സ് മാറ്റാതെ നോക്കണം. സ്നേഹയുടെ മനസ്സൊന്നും മാറില്ല. അതിനുള്ളത് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അർച്ചന നെല്ലിശ്ശേരിയിലെ ഉരുക്ക് വനിതാന്ന് ഞാൻ കളിയാക്കി വിളിച്ചതാണെങ്കിലും അവൾ ഒരു ഉരുക്ക് തന്നെയാ. എന്തു പറഞ്ഞാലും കുലുങ്ങാത്ത ഉരുക്കിനെ ഞാനൊന്ന് ഉലയ്ക്കുന്നുണ്ട്. ഈ ഗിഫ്റ്റിൽ കാണുന്ന ഡി ഇല്ലേ, ഒരു ഡോഗ് തന്നെയാ. അതിന്റെ പേര് ധനുഷ് എന്ന. സ്നേഹയ്ക്കൊരു ഗിഫ്റ്റ് വരികയും അതിന്റെ ഫ്രം അഡ്രസ്സിൽ ഡി എന്ന് മാത്രം എഴുതി വിട്ട ഇവിടെയുള്ള ആർക്കും അത് മനസ്സിലാവില്ലെന്നാ അത് എഴുതിയ ആ ബുദ്ധിമാനായ ധനുഷിന്റെ വിചാരം. ഇപ്പോ ശരിക്കും ഇതിനകത്ത് എന്താന്നറിയാൻ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ? എന്നാ തുറന്നു നോക്ക്. ഹാർട്ടോ? നിങ്ങളുടെന്ന് കരുതുന്ന ഹാർട്ടല്ലേ അവനിപ്പോ മറ്റൊരു പെണ്ണിന് പാഴ്സൽ അയച്ചിരിക്കുന്നത്? തുറക്ക്, എന്തൊക്കെയാ അതിലൊന്നും അറിയാലോ. കമ്മലോ? ആഹാ, കൊള്ളാലോ. സ്നേഹിക്കിത് നന്നായിട്ട് ചേരും അല്ലേ?
ആഹാ, ഇതുണ്ടായിരുന്നോ? ഇതല്പം വിലയുള്ള സാധനമാണല്ലോ. ഇത് കണ്ടറിയാം ധനുഷിന് സ്നേഹയോട് വലിയ ഇഷ്ടമുണ്ടെന്ന്. ഇനി ഇതിലൊന്നുമില്ലേ? പ്രേമലേഖനമുണ്ടോ? തുറന്ന് വായിച്ചു നോക്ക്. അതിൽ എഴുതിയിരിക്കുന്ന ചിലപ്പോ അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ മനസ്സിൽ വായിച്ച ഞാൻ എങ്ങനെ കേൾക്കും? ഉറക്കെ വായിക്ക. അല്ലെങ്കിൽ കേട്ടാ ഞാൻ വായിക്കാം. എത്രയും പ്രിയപ്പെട്ട എന്റെ സ്വന്തം സ്നേഹം അറിയുന്നതിന്. ഞാൻ ധനുഷാണ് കേട്ടോ. ഫ്രം അഡ്രസ്സിലെ ഡി കണ്ട് കൺഫ്യൂഷൻ ആയല്ലേ? അത് മറ്റാരും അറിയണ്ടെന്ന് കരുതിയാ. ഞാനാണ് ഈ പാഴ്സൽ അയച്ചെന്നറിയുമ്പോ തന്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരിയില്ലേ, അത് നേരിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് നടക്കാത്തതാണല്ലോ നമ്മുടെ വിധി. തന്റെ അവന്തികയെടുത്തിയും അർച്ചനയെടുത്തിയും ഒക്കെ നോക്കി നടക്കുവല്ലേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി. അതിലേറ്റവും ശല്യം അവന്തികയെടുത്തിയാണ് കേട്ടോ. അവർക്ക് വല്ലാത്ത അഹങ്കാരമാ. ആരോ ആണെന്നാണ് ഭാവം. ഇനി ആരെന്ത് പറഞ്ഞാലും ആരെതിർത്താലും സ്നേഹ ധനുഷിന്റെ സ്വന്താ. ധനുഷ് ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹയായിരിക്കും. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം. പറയാനുള്ളതെല്ലാം ഇനി നേരിട്ടാവാം എന്ന് സ്നേഹയുടെ മാത്രം ധനുഷ്. ഐ ലവ് യു സ്നേഹ, ഐ ലവ് യു സോ മച്ച്. ഓഫ്, കവി എഴുതുമോ ഇതുപോലെ? എനിക്ക് വന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതിന് പൊട്ടിച്ചത് ഞാനല്ലല്ലോ, അവധി എടുത്തിയല്ലേ. ആരായാലും അത് ശരിയായില്ല. ശരിയല്ലെങ്കിലേ നീ പോയി കേസ് കൊടുക്ക്. നിനക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചാ അത് ആരാണെന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ABCD എന്നൊക്കെ എഴുതിയാലേ തുറന്നു നോക്കിന്നൊക്കെ വരും. ഞാൻ എഴുതിയിട്ട് അപ്പോഴേ പറഞ്ഞല്ലേ തുറക്കണ്ട, അത് സ്നേഹിക്ക് ഇഷ്ടാവില്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഇനിയെങ്കിലും അതൊന്നും കൊടുക്കെടുത്തി. അപ്പൊ ഞാൻ ഊഹിച്ചതൊക്കെ ശരി തന്നെയാ. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ധനുഷിന് സ്നേഹിയോട് വല്ലാത്ത ഇഷ്ടം തോന്നിക്കാണും. അതാണേ ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.